ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ NSS മന്നം ജയന്തിയിൽ ആഘോഷങ്ങളുടെ സമയത്ത് മുഖ്യപ്രഭാഷകനായിട്ട് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു എന്ന് പറയുന്നതിൽ അത്ര വലിയ അത്ഭുതമൊന്നും കാണേണ്ടതില്ല. അതൊരു ക്ഷണം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പതിറ്റാണ്ടുകൾ എന്ന് പറഞ്ഞു, പതിറ്റാണ്ടുകളില്ല, ഒരു പതിറ്റാണ്ടില്ല, 2013 തുടങ്ങിയ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വിഷമം അത് മാറ്റിയെടുക്കുകയായിരുന്നു ചെന്നിത്തലയെ ക്ഷണിച്ചതിലൂടെ NSS. അവിടുത്തെ പക്ഷേ രാഷ്ട്രീയ നീക്കമായിട്ട് ഇപ്പോൾ അതിനെ ഇപ്പോൾ സതീശനോട് ചോദിക്കുമ്പോൾ സതീശൻ പറയുന്നത് എന്താണ്? രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? സമുദായ സംഘടനകൾ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്നത് കോൺഗ്രസിന് പൊതുവായിട്ടുണ്ടാകുന്ന ഒരു നേട്ടമാണ്. അല്ല, അത് ക്ഷണം സ്വീകരിക്കുകയോ വേണ്ടയോ എന്നൊന്നും ഒരു ചോദ്യമേ ഇല്ല. ക്ഷണം സ്വീകരിക്കുക തന്നെ ചെയ്യണം. ഞാനും അങ്ങനെ പോയിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള യോഗങ്ങളിലൊക്കെ. അത് എല്ലാ സമുദായങ്ങളുടെയും യോഗത്തിൽ പോകാറുണ്ടല്ലോ എന്ന്. ശരിയാണ്, അത് ശരിയുമാണ്, വാസ്തവമാണ്. പക്ഷെ അതിനും അപ്പുറത്തായിട്ട് ഒരു ചെന്നിത്തല സതീശൻ മത്സരം കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. രാഷ്ട്രീയ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. ശരിയാണ് മഞ്ജുഷി പറഞ്ഞ ഇൻട്രോ മുഴുക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ശരിക്കും രമേശ് ചെന്നിത്തലയെ സുകുമാരൻ നായർ വ്യക്തിപരമായിട്ട് ക്ഷണിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള അതിനകത്ത് സമുദായമുണ്ട്, സമുദായത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, സമുദായത്തിന് സംഘടനയുടെ ആ ഒരു പിൻബലമുണ്ട്. കാരണം NSS ഒരു വലിയ കരുത്തുറ്റ സംഘടനയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം കേരള സമൂഹത്തിൽ, രാഷ്ട്രീയ സമൂഹത്തിലും ഉണ്ട് എന്നുള്ള കാര്യം അങ്ങോട്ട് നമുക്ക് ആദ്യമേ പറഞ്ഞു വയ്ക്കണം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയെ അവിടെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ, രമേശ് ചെന്നിത്തല അവിടെ പ്രസംഗിക്കാനെത്തുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം കാണുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ചർച്ച വെച്ചിരിക്കുന്നത് മഞ്ജുഷേ. ശരിയാണ്, അതിൻ്റെ പ്രസക്തിയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് കഴിഞ്ഞ ഗവൺമെൻറ് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഗവൺമെൻറ് കിട്ടിയില്ല UDF-ന്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനവും നഷ്ടപ്പെട്ടു. VD സതീശൻ പ്രതിപക്ഷ നേതാവായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം നോക്കിയിരിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഒരാൾ NSSൻ്റെ വേദിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണണം. ആ വേദിയിലെ പ്രസംഗം NSSൻ്റെ പിന്തുണ കിട്ടാൻ രമേശിന് സഹായകമാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് സതീശൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത് കോൺഗ്രസിന് മൊത്തമായിട്ടുള്ള നേട്ടമാണ്. പക്ഷേ അത് സതീശൻ്റെ അടവ് നയമാണ് മഞ്ജുഷേ. അത് കൊള്ളാം. സതീശൻ ഇതുവരെയും പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ട് അങ്ങനെ ഒരു അടവ് നയത്തിലേക്ക് നീങ്ങിയല്ലോ. അത് സതീശന് നേട്ടമാണ്. സതീശൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് മാറണം. കാരണം വെള്ളാപ്പള്ളി ഇപ്പം പറഞ്ഞുവല്ലോ, ഈ സതീശൻ കടിച്ചു മുറിച്ച് വർത്തമാനം പറയുന്നു, സതീശൻ കർശനമായിട്ട് ചില നേതാക്കന്മാരോടും ചിലരോടും പത്രക്കാരോടും പോലും ഇടപെടുന്നു എന്ന് ഒറ്റ ദിവസം കൊണ്ട് സതീശൻ അതിൽ നിന്ന് മാറി. സതീശൻ നിലപാട് മാറ്റുകയാണ്. സതീശൻ്റെ നിലപാട് മാറ്റാൻ രമേശ് ചെന്നിത്തലയുടെ NSS പ്രവേശം എന്ന് പറയാം സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം. പിന്നെ രമേശ് ചെന്നിത്തല എവിടെ പോകുന്നത്? 2013 ശേഷം പോകുന്നത് ഒരു വലിയ അകൽച്ചയ്ക്ക് ശേഷമാണ് മഞ്ജുഷേ. അതും കൂടെ നമ്മൾ നോക്കണം. ഞാനതിന് മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തലയെണ്ണിയപ്പോൾ എണ്ണം കുറഞ്ഞു പോയി എന്നാണല്ലോ. അതിന് പിന്നിൽ ഒരു ചതിയുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുകയായിരുന്നു. ഗ്രൂപ്പ് രമേശിന്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചില ചതികളും മറ്റും ഉണ്ടായി. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായി എന്ന് രമേശ് ചെന്നിത്തല ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അപ്പോൾ 2026 ഇനി എങ്ങാനും UDF ജയിച്ചു എന്ന് കരുതുക. ആ സമയത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വീണ്ടും ഈ തലയെണ്ണൽ നടക്കുമ്പോൾ അവിടെ തന്നെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണം കൂടണമെന്ന ആവശ്യം എന്തായാലും ചെന്നിത്തലയ്ക്ക് ഉണ്ടാവും. അവിടെ ഈ സമ്മർദ്ദ ശക്തിയായിട്ട് NSS സീറ്റ് വിഭജനത്തിൽ പോലും ഇടപെടുന്ന ഒരു ശക്തിയായിട്ട് വരണം. അതാണ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത്. അതെ മഞ്ജുഷ ഈ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം, ഇവർ തമ്മിലുള്ള മത്സരം കോൺഗ്രസിന് എന്തായിരിക്കും ഫലമുണ്ടാക്കുക എന്നുള്ള ചോദ്യം, അതുതന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് പിന്നെയും ഭരണം നഷ്ടപ്പെടുകയായിരിക്കും ഫലം. 2011 കഷ്ടിച്ച് കിട്ടിയതാണ്. വെട്ടി അവസാനം വന്നപ്പോൾ 4 സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഭരണത്തിലെത്താൻ കഴിഞ്ഞത്. 2 സീറ്റ് എന്ന് പറയുമ്പോൾ 78-82. ശരിയാണ്. പിന്നീട് അങ്ങ് പോയി. രണ്ടും കൂടി പോയിരുന്നെങ്കിൽ സീറ്റിന്റെ വ്യത്യാസം. അതൊക്കെ പിന്നെ ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് പിടിച്ചു നിന്നു. 68-72 അല്ലേ? 68-72 2 സീറ്റിന്റെ വ്യത്യാസമായിരുന്നു അത്. പക്ഷെ ഇനിയിപ്പോ സംഘടനാ തലത്തിൽ കോൺഗ്രസ് ബലഹീനമാണ് മഞ്ജുഷെ. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ദൗർബല്യം മാറ്റാൻ ഇതുവരെയും സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സംഘടനാ നേതൃത്വം ദുർബലമാണ്. സംഘടന ദുർബലമാണ്.
ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 2026 തെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസിന് നഷ്ടമായാൽ അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കൊക്കെ ഈ ഒരു വലിയ നഷ്ടമായിരിക്കും. അതൊരു തീരാ നഷ്ടമായിരിക്കും. ശരിയാണ് ശ്രീ എൻ ശ്രീകുമാർ.